നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് OnePlus Nord 4. ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം അവർ അയച്ചിട്ടുള്ള ഒരു ബോക്സ് ആണ്. അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. സോ ആദ്യം നമുക്ക് മേളിലത്തെ മൂടി ഊരാം. മൂടി ഊരുന്നതിന് മുന്നേ ഇതിൻ്റെ അകത്ത് കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യം ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ആയിട്ട് ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് OnePlus Nord Buds 3 Pro കിട്ടുന്നുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ്. ഇത് ആക്ച്വലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില ബാറിലൊക്കെ ഈ സാധനം കാണും. ഇത് ആക്ച്വലി ചെയ്യേണ്ടത് ഇതെന്ന് വെച്ചാൽ ഐസ് ക്യൂബ്സ് ആണ്. ഇതിനെ നിങ്ങൾ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കണം. നിങ്ങളുടെ ഡ്രിങ്കിൻ്റെ അകത്ത് ഇടാനായിട്ട് പറ്റും. നോർമലി നമ്മളൊരു ഐസ് ക്യൂബ് എടുത്ത് നമ്മുടെ ഡ്രിങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഐസ് അലിഞ്ഞ് വെള്ളമായിട്ട് ആ ഡ്രിങ്കിനെ വല്ലാണ്ട് ഡൈല്യൂട്ട് ആക്കും അല്ലേ. എന്നാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഡ്രിങ്ക് തണുക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഡ്രിങ്ക് ഡൈല്യൂട്ടഡോ ആവില്ല. അപ്പോൾ ഇതിനടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ OnePlus Nord Buds 3 Proനെ അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് 3699 രൂപയാണ് കൊടുത്തിട്ടുള്ള പ്രൈസ്. ഇതായിരിക്കില്ല പ്രൈസ്, നിങ്ങൾക്ക് ഞാനത് വീഡിയോയിൽ മെൻഷൻ ചെയ്യാം. ആക്ച്വലി OnePlusൻ്റെ OnePlus 60 മുതൽ എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. OnePlus 60 മുതൽ എല്ലാം ഇതുവരെ ഞാൻ ഉപയോഗിക്കാത്ത ഒരു ഫോൺ പോലും ഇല്ല, ഒരു ഇയർബഡ്സ് പോലും ഇല്ല. ഓ നൈസ്. ഈ കളർ നോക്കിയേ. OnePlus Nord Buds 3 Pro അവരൊരു ഡിഫറെൻറ്റ് ലെവലിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രാഫൈറ്റ് പോലെ ഒരു മാറ്റ് ടെക്സ്ചർ കൊടുത്തിട്ട് മൊത്തത്തിലൊരു മാറ്റ് സർഫസ് ആണ്. റിഫ്ലക്ഷൻസ് ഒന്നുമില്ല. OnePlusൻ്റെ ബ്രാൻഡിങ്ങിൽ ചെറിയ റിഫ്ലക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ നോട്ട് ബഡ്സിൻ്റെ കഴിഞ്ഞ ഡിസൈൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തൊരു ഡിസൈനാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ലാത്തൊരു ഡിസൈനായിരുന്നു ബഡ്സിൻ്റെ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ വേറെ ഒരു ബ്രാൻഡിൻ്റെ ഡിസൈനുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. ബട്ട് സ്റ്റിൽ കാതിലേക്ക് വയ്ക്കാം. നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. പാർഷ്യൽ നോയ്സ് ക്യാൻസലേഷൻ അല്ല, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ തന്നെ ഉണ്ട്. നൈസ്. എനിവേ നമ്മുടെ OnePlus Nord Buds 3 Proയുടെ റിവ്യൂ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഇടാം. അത് ഞാനൊന്ന് ഉപയോഗിച്ചൊക്കെ നോക്കട്ടെ. കാരണം ഒരുപാട് ബഡ്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കറൻ്റ്. അപ്പോൾ അതെല്ലാം ആയിട്ട് കമ്പയർ ചെയ്ത് നല്ലൊരു വീഡിയോ ഇടാം. ഓക്കെ. ഇനിഷ്യലി കൊള്ളാം കേട്ടോ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് നല്ല ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. യെസ്, ബാക്ക് ടു അവർ മെയിൻ താരം നമ്മുടെ നോഡ്. ഇതാണ് നമ്മുടെ OnePlus Nordൻ്റെ പെട്ടി. ഇതായിരിക്കും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അത് ഇത്രേ കിട്ടുള്ളൂ. ഈ സാധനമൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടിയിട്ട് തരുന്ന പരിപാടിയാണ്. സോ സൈഡിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പുറകിലായിട്ട് 12 GB റാമും 256 GB ഇൻ്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ആണ്. വൈകിപ്പിക്കാതെ നമുക്ക് അൺബോക്സ് ചെയ്യാം. കുറച്ച് പേര് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അൺബോക്സിങ്ങിന് ഒരു വൃത്തിയില്ല എന്ന്. അത് ഒരുപാട് അൺബോക്സ് ചെയ്ത് അങ്ങനെ ആയിപ്പോയതാണ്. നൈസ്. ഓക്കെ. ആദ്യം നമുക്കൊരു യൂസർ മാനുവൽസും അതുപോലെ തന്നെ ഒരു ക്ലിയർ കേസും സിം എജക്ഷൻ ടൂളും കിട്ടുന്നുണ്ട്. ആസ് യൂഷ്വൽ എല്ലാ ഫോണിലും കിട്ടുന്ന പോലെ. പിന്നെ നമ്മുടെ ഫോണ് നമുക്ക് മാറ്റി വയ്ക്കാം. ചാർജറും കേബിളും ഉണ്ടോ? ഉണ്ട്. നമുക്കിത് ഇപ്പോഴും ചാർജറും കേബിളും തരുന്നുണ്ട്. നമ്മുടെ വലിയ ബ്രിക്കാണ് കേട്ടോ. ഇതിൻ്റെ 100 വാട്ട്സിൻ്റെ സൂപ്പർ ബുക്ക് ചാർജറാണ്, ബ്രിക്കാണ്. അതിൻ്റെ കൂടെ തന്നെ ടൈപ്പ് A to Type C ആണ്. ഇറ്റ്സ് ഫൈൻ. ഇനി നമ്മുടെ മൊമെന്റ് ഓഫ് ട്രൂത്ത് OnePlus Nord 4. ഓ എന്ത് വെയിറ്റ് ആ ഫോണിന്. ഓ നൈസ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് നമ്മുടെ OnePlus Nord 4. ഡിസൈൻ വൈസ് ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൽ ഇറങ്ങുന്ന ഫോണിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. പക്ഷേ വ്യത്യസ്തമാക്കാനായിട്ട് അവർ ശരിക്കും ഡിസൈനിൽ എന്നുവെച്ചാൽ ഇപ്പം നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. വ്യത്യസ്തമാക്കാനായിട്ട് നല്ലൊരു ഡിസൈനും കൊടുക്കാം, വ്യത്യസ്തമാക്കാനായിട്ട് വെറും കൂറ ഡിസൈനും കൊടുക്കാം. അതാണോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ലൈക്ക് ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം എന്തോ ഈ ഫോൺ മൊത്തം ഈ ഒരു ഡിസൈൻ തന്നെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നേനെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇംപ്രഷനിൽ ഒരേ ഒരു കാര്യം പറയാം. ഈ ഫോൺ ഫീൽസ് ലൈക്ക് എ പ്രീമിയം ഫോൺ. ഭയങ്കര പ്രീമിയം ഫീല്. ലൈക്ക് ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് എഡ്ജ് എല്ലാം അവർ കേർവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര സ്ലിം ആക്കി വെച്ചിട്ടുണ്ട്. വെയിറ്റ് അധികമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേളിലായിട്ട് IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം റോക്കറും വരുന്നത്. ബോട്ടം സൈഡിൽ നമ്മുടെ Type C കേബിൾ, സിം ട്രേ, നമ്മുടെ പ്രൈമറി സ്പീക്കർ, പുറകിലായിട്ട് നമ്മുടെ ഡുവൽ ക്യാമറ, പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ടോഗിൾ ബട്ടൺ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. വിച്ച് ഈസ് വെരി നൈസ്. ഭയങ്കര ഉപയോഗമുള്ളതാണ്. OnePlusൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ടോഗിൾ ബട്ടൺ ആണ്. ആവശ്യ സമയത്ത് നമുക്ക് സൈലൻ്റ് ആക്കാനും വൈബ്രേറ്റ് ആക്കാനും ഈസി ആയിട്ട് പറ്റും.
വെരി നൈസ്. ബിൽഡ് വൈസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, അന്യായ സ്ട്രോങ് ബിൽഡ്. ഇങ്ങനെ അവർക്ക് ഈ ഒരു സാധനം കണ്ടോ, ഇതൊക്കെ കൊടുക്കാനായിട്ട് കുറച്ച് പാടാണ് ആക്ച്വലി പല കമ്പനികൾക്കും. അപ്പോൾ അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇത് വെറുതെ കൊടുത്തിരിക്കുന്നതല്ല കേട്ടോ, നമ്മുടെ സിഗ്നൽസ് ഒക്കെ പുറത്ത് പോകാനായിട്ട് ഒരു ആൻറ്റനയുടെ ഒരു ചെറിയ സെറ്റപ്പും കൂടി അതിൻ്റെ അകത്തുണ്ട്. ബൂട്ടപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, ഇഷ്ടം പോലെ ഫോണുകൾ ഞാൻ ബൂട്ടപ്പ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൽ പറയുകയാണ്, ഇന്നേ വരെ ഒരു മിഡ് റേഞ്ച് ഫോണ് ഇത്രയും സ്മൂത്ത് ആയിട്ട് OS വർക്കായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ലൈക്ക് വെരി സോളിഡ് ഹാർഡ്വെയർ, വെരി സോളിഡ് സോഫ്റ്റ്വെയർ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ആദ്യം എപ്പോഴും ഒരു മിഡ് റേഞ്ച് ഫോണായാലും ബഡ്ജറ്റ് ഫോണായാലും ആദ്യത്തെ ഇനീഷ്യൽ ബൂട്ടപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു ഹിക്കപ്പ് ഉണ്ടാവാറുണ്ട്. അതൊന്നുമില്ല, അത് ഭയങ്കര സ്മൂത്തായിട്ട് ഈ ഫോൺ വർക്ക് ആവണേ. ഭയങ്കര സ്മൂത്ത് എന്ന് വെച്ചാൽ അന്യായ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണേ, ഒരു രക്ഷയില്ല. ഭയങ്കര സോളിഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അത് ബ്രൈറ്റ്നസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ സെറ്റിങ്സിലേക്ക് പോകുന്നതായിക്കോട്ടെ, എല്ലാം ഭയങ്കര പെർഫെക്റ്റ്. എനിക്ക് ഒരു കാര്യം ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഓപ്പൺ ആക്കി ജസ്റ്റ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 minutes ആയി കാണും. ഈ 5 minutes കൊണ്ട് തന്നെ ഈ ഫോണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ അങ്ങനെ ഒരു ചൂട് ഫീൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മൾ വലിയ ടാസ്കുകളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടേ ഉള്ളൂ, സിം ഇട്ടിട്ടില്ല. സിം ഇടുന്ന സമയത്താണ് നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഫോൺ സെർച്ച് ചെയ്ത് ബാറ്ററി യൂസേജ് ഉണ്ടാവുക. അത്ര ബാറ്ററി യൂസേജിനുള്ള ഒരു പരിപാടികളും ഇവിടെ ഇല്ല. പക്ഷേ അത് ഇവിടെ ആയിട്ട് എനിക്ക് നല്ല രീതിയിലൊരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം വൃത്തിക്ക്. നമുക്ക് കുറച്ചുകൂടി ഉപയോഗിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ OnePlus Nord 4ൻ്റെ പ്രൈസും സ്പെക്കും നോക്കാം. OnePlus Nord 4ൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 32,999 രൂപ മുതലാണ്. 8GB റാം 256GB വേർഷന് 32,999 രൂപയും 12GB റാം 256GB ഇൻ്റർണൽ സ്റ്റോറേജിന് 35,999 രൂപയാണ് പ്രൈസ്. നമ്മുടെ ഫോണിൻ്റെ സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.74 ഇഞ്ചിൻ്റെ 120 Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ്. പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 2150 നിറ്റ്സ് ആണ്, വിച്ച് ഈസ് വെരി ഗുഡ്. ആൻഡ് 10-bit കളർ ഡെപ്തും HDR10+ഉം sRGB ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറേ അക്വാ ടച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ പുറത്ത് വെള്ളമൊക്കെ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റും വൃത്തിക്ക്. സാധാരണ ഇതിൽ അറിയാലോ, ഫോണിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഫോൺ സ്വന്തമായിട്ട് തന്നെ ഉപയോഗിച്ച് തുടങ്ങും. അതൊന്നുമില്ല, ഇതിനകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് നനഞ്ഞ കൈയൊക്കെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അൾട്രാ HDR, നിങ്ങൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഹൈ ഡൈനാമിക് റേഞ്ച് കിട്ടും. അതുപോലെ തന്നെ Pro XDR സപ്പോർട്ട് ഉണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മുടെ ഫോൺ വരുന്നത് Oxygen OS 14.1 ആണ്, അതായത് Android 14 ബേസ് ചെയ്തിട്ടുള്ള Oxygen OS ആണ്. Qualcomm Snapdragon 7+ Gen 3 ആണ് ഇതിനകത്ത് വരുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത്. 8GB റാമിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12GB റാമിലും നമുക്കിത് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലുള്ളത് 12GB LPDDR5X റാമുള്ള വേരിയൻ്റ് ആണ്. ഇതിന് മുന്നേ ഉള്ള വേർഷനിൽ LPDDR4 ആയിരിക്കും. സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റാം കോൺഫിഗറേഷനെയാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഭയങ്കര കാര്യമായിട്ട് എടുക്കേണ്ടത് വേണ്ട, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ സ്റ്റോറേജ് വരുമ്പോൾ UFS 3.1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SSD ഒക്കെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബാറ്ററി വരുമ്പോൾ 5500 mAhന്റെ ഒരു നോൺ റിമൂവൽ ബാറ്ററിയാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ 100 വാട്ട്സിന്റെ സൂപ്പർ വൂക്ക് ചാർജറാണ് ഇതിനകത്ത് വരുന്നത്. ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡുവൽ ക്യാമറയാണ് വരുന്നത്. 50 MP പ്ലസ് 8 MP. അത് രണ്ടും സോണിയുടെ തന്നെയാണ്. ഫ്രണ്ട് ക്യാമറ ആസ് യൂഷ്വൽ 16 MP ആണ്. ഫോട്ടോ സാമ്പിൾസ് ഒക്കെ ഞാൻ ഡ്രൈവിലും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനകത്തൊന്ന് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന കോൺഫിഗറേഷൻ ഞാൻ പറഞ്ഞു തരാം. അതായത് 4K വീഡിയോ നിങ്ങൾക്ക് 60 FPS-ലും 30 FPS-ലും എടുക്കാൻ പറ്റും, വിച്ച് ഈസ് വെരി ഗുഡ്. 4K 60 FPS ഈസ് എ വെരി ഗുഡ് സ്റ്റഫ് ഫോർ എ ഫോൺ. സത്യം പറഞ്ഞാൽ ഈ 30 FPS എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് 60 FPS എടുത്തു കഴിഞ്ഞാൽ സ്ലോ മോഷൻ ആക്കാൻ പറ്റും. അതിനെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും. 1080p നിങ്ങൾക്ക് 60 FPS-ലും 30 FPS-ലും എടുക്കാൻ പറ്റും. 720p നിങ്ങൾക്ക് 60 FPS-ലും 30 FPS-ലും എടുക്കാൻ പറ്റും. പിന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും നമുക്ക് കിട്ടുന്നുണ്ട്. സ്ലോമോ വീഡിയോ നമുക്ക് 240 FPS വരെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. കറന്റ് ഫോണിൻ്റെ അകത്ത് 10 5G ബാൻഡുകളാണുള്ളത്. ആൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് 5.4 ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോണിൻ്റെ അകത്ത് ഞാൻ അത്യാവശ്യം ബ്രൗസിങ് അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കൈ വേർക്കാൻ തുടങ്ങി. ഐ ക്യാൻ ഫീൽ ദ സ്വെറ്റ്. ആൻഡ് സെക്കൻഡ് തിങ്, ഫോൺ ഒന്ന് വാം ആവുന്നുണ്ട്. സോ ഇതിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു സാധനം വെച്ച് വീഡിയോ എടുക്കുക, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ ഒന്ന് നല്ല ഹാർഷായിട്ട് തന്നെ ഫോണ് വർക്കാവും. ഞാനിപ്പോൾ വീഡിയോ മോഡാണ് ഓണാക്കി, എന്നിട്ട് ഞാൻ 4K-ലേക്ക് ആക്കി. 4K 60 FPS. ജസ്റ്റ് നമുക്ക് 4K 60 FPS-ൽ കുറച്ച് വീഡിയോ എടുത്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അല്ലെങ്കിൽ ഹീറ്റ് ആവുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ ലുക്സ് സോ ഗുഡ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ.
ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ആ 60 FPS വേറെ ആ ഒരു ഒഴുക്ക് ഫീലോ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര നന്നായിട്ടാണ് ഉണ്ട്. ഓട്ടോ ഫോക്കസ് സൂപ്പർ ഗുഡ്. പെട്ടെന്ന് ഫോക്കസ് ആവുന്നുണ്ട്. ആൻഡ് നമുക്ക് വൈഡ് ആംഗിളിൽ നമുക്ക് പ്രൈമറി ക്യാമറയും അതുപോലെ തന്നെ നമ്മുടെ ടെലിഫോട്ടോയും വെച്ച് മാത്രമേ 60 FPS 4K ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സൂമിങ് ഭയങ്കര രസമുണ്ട്. ഭയങ്കര സ്മൂത്തായിട്ട് സൂം ആവുന്നുണ്ട്. നോക്കിയേ, കണ്ടോ? അല്ലെങ്കിൽ ഒരു ജിറ്ററായിട്ടാണ് പൊതുവേ സൂം ആവുന്നത്. അത് മാറി കുറച്ച് സ്മൂത്തായിട്ട് സൂം ആവുന്നുണ്ട്. വെരി നൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. ദ ഫോൺ ഈസ് ഗെറ്റിംഗ് കൈൻഡ് ഹോട്ട്. തൊട്ട് നോക്ക്. അതിന് എൻ്റെ കയ്യിലെ പ്രശ്നമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ചൂടില്ലേ? എന്താണ് കാര്യം, എന്തെങ്കിലും അപ്ഡേറ്റ് കിടപ്പുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഫോണ് അൺലോക്ക് ചെയ്ത സമയത്തെ നമുക്ക് ഇത്ര ചൂട് വരേണ്ട കാര്യമില്ല. ആൻഡ് ഇത് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ആർക്കും വേർക്കുന്നില്ല. ഇതിന് ഫോൺ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ചെയ്തു നോക്കിയതിന് ശേഷം ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം. അതായിരിക്കും ബെസ്റ്റ്. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് ഞാൻ പറയാമല്ലോ, സോളിഡ് ആയിട്ടുള്ള ബിൽഡുള്ള ഡിവൈസ് ആണ്. നല്ല OS ആണ്, നല്ല ക്യാമറയുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് OnePlus ഇതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. അത് ക്ലിയർലി നമുക്ക് കാണാൻ പറ്റും. ഡിസൈൻ വൈസ് ആൻഡ് ആ ഒരു ഫോം ഫാക്ടറൊക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. ആൻഡ് ഇനി എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളത് ഞാൻ റിവ്യൂവിൽ മാത്രമേ പറയുന്നുള്ളൂ. എനിക്കിതൊരു വലിയൊരു കൺസേൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ പൊതുവെ റിവ്യൂ ചെയ്യാത്തതാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ പല ഫോണുകളും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്രാൻഡ് നമുക്ക് അയച്ചു തരുന്നുണ്ട്, നമ്മളത് റിവ്യൂ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. എനിക്ക് ഫോൺ ഉപയോഗിച്ച് നോക്കി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചാനലിനകത്തിട്ടില്ല, അത്ര തന്നെ. അതേ ബ്രാൻഡ് അയച്ചു തന്നില്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. പക്ഷേ ഈ ഒരു വാം സ്റ്റഫ് അല്ലെങ്കിൽ ഈ വാം ആവുന്നത് എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ വീഡിയോ കുറച്ചുകൂടി കയറി പോകുന്നത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും ബൈ.